വഅദ് കേൾക്കുന്ന വാപ്പമാരെ, ഞാനും നിങ്ങളും ഒരുപാട് ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുന്നവരല്ലേ, ഒരുപാട് സൂറത്തുകൾ പാരായണം ചെയ്യുന്നവരല്ലേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ 114 സൂറത്തുകൾ പാരായണം ചെയ്ത ഉമ്മമാരെ, എന്തേ ജീവിതത്തിൽ മാറ്റം വരാത്തത്? എന്തേ ജീവിതത്തിൽ മാറ്റം വരാത്തത്? എന്തേ നന്നാകാൻ തോന്നാത്തത്? പടച്ചവനെ, ജീവിതത്തിൽ ഒരു മാറ്റമില്ലടോ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് പടച്ച റബ്ബ് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിച്ച് അല്ലാഹുവിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടി തേച്ചിട്ട് അതാ മതിമറന്നുകൊണ്ട് ജീവിക്കുന്ന യുവത്വമേ, ഒരുപാട് ആയത്തുകൾ കേട്ടില്ലേ മക്കള്? ഒരുപാട് സൂറത്തുകൾ കേട്ടില്ലേ മക്കള്? നീ തന്നെ എത്ര സൂറത്ത് പാരായണം ചെയ്തിട്ടുണ്ട് ചെറുപ്പക്കാരാ? എന്തേ നന്നാകാത്തത്? ഒരുപാട് പേര് നന്നായത് ഖുർആൻ കേട്ടിട്ടല്ലേ? എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ആരാണെന്നറിയുമോ? ഫുളൈൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നടാ മോനെ, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാ. ഫുളൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ്. പടച്ചവനെ, ഫുളൈലിനൊരു സ്വഭാവമുണ്ടായിരുന്നു. ഏതൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്റെ ആഗ്രഹം അവിടെ നിന്ന് പൂർത്തീകരിക്കുമായിരുന്നു. അങ്ങനെ ജീവിച്ചവനാണ് ഫുളൈല്. ഒരു ദിവസം കൂട്ടുകാര് പറഞ്ഞു, ഫുളൈലേ, ഏത് പെണ്ണിനെയും നീ വളയ്ക്കുമല്ലോ, ഏത് പെണ്ണിനെയും നീ കീഴ്പ്പെടുത്തുമല്ലോ, എന്നാ ഞങ്ങളൊരു പെണ്ണിനെ കാണിച്ചു തരാ ഫുളൈല്. പറ്റുമെങ്കിൽ നീ ആ പെണ്ണിനെ ഒന്ന് കീഴ്പ്പെടുത്തടാ, എങ്കിലും ഞങ്ങൾ നിന്നെ സമ്മതിക്കാം. അതാ കൂട്ടുകാര് ഫുളൈലിനൊരു ചെറുപ്പക്കാരിയായ പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാണ്. ആ പെണ്ണാണെങ്കിലോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന പെണ്ണാ. ഫുളൈൽ ഇബ്നു ഇയാദ് ആ പെണ്ണിന്റെ പുറകിൽ നടക്കുകയാണ്. തന്റെ ആഗ്രഹം പറയുകയാണ്. പെണ്ണ് പരിഗണിക്കുന്നില്ല, ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഫുളൈലിന് നാണക്കേടായി. എത്ര പറഞ്ഞിട്ടും ആ പെണ്ണ് തയ്യാറാകുന്നില്ല. പിന്നെ വാസിയായടോ, ഫുളൈലിന് വല്ലാത്ത വാസിയായി. അവസാനം ആരാരുമില്ലാത്ത സമയത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയാണ്. ആ പെണ്ണിന്റെ വീടിന്റെ അകത്ത് കയറി എന്നിട്ട് പറഞ്ഞു, പെണ്ണ്, ഞാനും നീയുമല്ലാതെ ഒരാൾ പോലും ഈ വീടിന്റെ അകത്തില്ല, ഒരാൾ പോലും അറിയുകയില്ല. എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു തരാൻ. ആ പെണ്ണ് പറഞ്ഞു, ഒരിക്കലും ഞാൻ സാധിപ്പിച്ചു തരൂല. പടച്ചവനെ, ഫുളൈലിന് വല്ലാത്ത വാസിയായി. അവസാനം ആ പെണ്ണിനെ യഥാ കീഴ്പ്പെടുത്തുകയാണ്. ആരോഗ്യവാനായ ഫുളൈലുണ്ടല്ലോ, ആ പാവപ്പെട്ട പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ പോവുകയാണ്. അവളുടെ വസ്ത്രമൊക്കെ വലിച്ചു കീറി. അവസാനം ആ പെണ്ണിന്റെ 2 കാലുകളുടെ തുടകൾക്കിടയിൽ അവളെ വ്യഭിചരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോ പെണ്ണ് കിടന്ന് നിലവിളിക്കുന്നുണ്ട്, വല്ലാതെ കരയുന്നുണ്ട്. ആ ചെറുപ്പക്കാരനെ ചവിട്ടി മറിച്ച് കളയാ ശ്രമിക്കുന്നുണ്ട്. ആ പെണ്ണ് വല്ലാതെ നിലവിളിച്ചിട്ടും ഫുളൈൽ ഇബ്നു ഇയാദ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ആ പെണ്ണിനെ യഥാ ശാരീരികമായി ബന്ധപ്പെടാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോ അയൽവാസിയായ ഒരു വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുകയാ. അയൽവാസിയുടെ വീട്ടിലിരുന്നിട്ട് ഒരു പ്രായമുള്ള ഉമ്മ ഖുർആൻ ഓതുകയാണ്. ഏതായത്താ ഓതിയതെന്നറിയുമോ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈ ഖുർആനിന്റെ ആയത്തിങ്ങനെ പാരായണം ചെയ്യുന്നത് ആ പെണ്ണങ്ങ് കേൾക്കുകയാണ്. ആ പെണ്ണങ്ങ് കേൾക്കുകയാണ്. പെട്ടെന്ന് ആ പെണ്ണിന്റെ നിലവിളിയങ്ങ് മാറുകയാ. അതുവരെ കിടന്ന് എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് നിലവിളിച്ച പെണ്ണ് പിന്നെ മിണ്ടുന്നില്ല. എന്നെ വിടണേ എന്ന് പറഞ്ഞ് കൈകാലുകൾ കൊണ്ട് ചവിട്ടുന്നില്ല. ആ പെണ്ണ് നിശബ്ദയായിരിക്കുകയാണ്. ഫുളൈലിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. പെട്ടെന്ന് ആ പെണ്ണിന്റെ
പെരുമാറ്റം മാറിയപ്പോ ഫുളൈൽ ചോദിച്ചു, നീ സമ്മതിച്ചോ പെണ്ണേ? നീ സമ്മതിച്ചോ പെണ്ണേ? വളരെ സങ്കടത്തോടുകൂടി ഫുളൈൽ ഇബ്നു ഇയാദിന്റെ മുഖത്തേക്ക് നോക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ അവിടെന്ന് ചോദിച്ചു, എന്തേ നീ നിലവിളിക്കാത്തത്? എന്തേ നീ എന്നെ കടന്ന് ഇവിടെ കടന്ന് എന്നെ തെള്ളിയിടാത്തത്? എന്തേ നീ മിണ്ടാതെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് ചോദിക്കുന്നു, ഫുളൈല്, അല്ലാഹു ചോദിക്കുന്നത് കേട്ടില്ലേടാ ഫുളൈലേ? അല്ല ചോദിക്കുന്നത് കേട്ടില്ലേ? അലം യഅനില്ലദീന ആമനൂ അന തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഒരുപാട് ആസ്വദിച്ചില്ലേ ഫുളൈല്? ഈ പ്രായത്തിന്റെ ഇടക്ക് ഒരുപാട് വ്യഭിചരിച്ചില്ലേ? ഒരുപാട് ആസ്വദിച്ചില്ലേ? ഒരുപാട് സുഖിച്ചില്ലേ? പ്രായമുള്ളവര് പോലും ചെയ്യാത്ത പാപങ്ങൾ മുഴുവനും നിന്റെ ജീവിതത്തിൽ ചെയ്തില്ലേടാ ഫുളൈല്? നന്നാകാ സമയമായില്ലേ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഫുളൈൽ ഇബ്നു ഇയാദിന്റെ ഹൃദയത്തിലേക്ക് ഇടിത്തീ വീഴുന്നത് പോലെ ആയത്തങ്ങ് തറയ്ക്കുകയാണ്. ഹൃദയമൊന്ന് പിടച്ചടോ, കണ്ണറിയാതെ നിറഞ്ഞു പോയി. ഫുളൈൽ ഇബ്നു ഇയാദിന്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. പടച്ചവനെ, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായ ഫുളൈൽ, പിന്നെ പടച്ചവനെ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു അവസാനം ചരിത്രം പറയുന്നത് അതാടോ. ഞാൻ പറഞ്ഞു വന്നത് നന്നാക്കിയതൊരായത്താ, ഉമറിന് നന്നാക്കിയതൊരായത്താ, ഫുളൈൽ ഇബ്നു ഇയാദിനെ നന്നാക്കിയ ഒരായത്താ, ഒരുപാട് പേരെ നന്നാക്കിയത് പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളാ. പക്ഷേ നമുക്ക് നന്നാകാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ല. ഒരായത്തല്ല, 1000 ആയത്ത് കേട്ടാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 6600 പരം വരുന്ന ആയത്തുകൾ കേട്ടാൽ നമുക്കൊരു മാറ്റമില്ലടോ, നമുക്കൊരു പേടിയില്ലടോ. പടച്ചവനെ നമ്മൾ ആസ്വദിക്കുകയാണ്. ഇന്നത്തെ ചെറുപ്പക്കാര് പറയുന്ന ഉസ്താദേ, ജീവിതം ആസ്വദിക്കാറുള്ളതാണ്. നിങ്ങൾ എത്ര വയത് പറഞ്ഞാലും ഞങ്ങൾ നന്നാകില്ല, ഞങ്ങൾ മാറില്ല, ജീവിതം ആസ്വദിക്കാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി നടക്കുന്ന യുവത്വമേ, വാപ്പ ചോദിക്കുന്നു, എന്തേ ഉസ്താദേ എന്റെ പൊന്നുമോൻ ഇങ്ങനെ ആയി പോയത്? എത്ര ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ലല്ലോ. അവൻ എന്നെ തല്ലാൻ വരുന്ന ഉസ്താദേ, അവൻ ഈ പ്രായത്തിൽ കഞ്ചാവടിക്കുകയാ, അവൻ ഉമ്മാന്റെ നേരെ കൈവെക്കുകയാ, ഉമ്മയെ ചീത്ത വിളിക്കുകയാ. പടച്ചവനെ, എത്ര ഉപദേശിച്ചിട്ടും ഇന്നത്തെ യുവതലമുറ നന്നാകുന്നില്ല. വാപ്പ ചോദിക്കുന്നു, എന്തേ അതിന്റെ കാരണമെന്ന്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ സങ്കടം ഉസ്താദേ, വാപ്പയ്ക്ക് 50-60 വയസ്സായി, വാപ്പ നന്നാകുന്നില്ല ഉസ്താദ്. പ്രായം ചെന്നിട്ട് പോലും എന്റെ ഉമ്മ നന്നാകുന്നില്ലല്ലോ, എന്റെ വാപ്പ നന്നാകുന്നില്ലല്ലോ. എന്തേ അതിന്റെ കാരണമെന്ന് ചോദിക്കുന്നവര്, അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാ. എന്തുകൊണ്ടാണ് ഉപദേശങ്ങൾ കേട്ടിട്ട് നന്നാകാൻ പറ്റുന്നില്ല? കണ്ണിന്റെ മുമ്പിൽ പലതും കണ്ടിട്ട് അവർക്ക് നന്നാകാൻ പറ്റുന്നില്ല. ഇവന് ഹൃദയമില്ലേ? ഇവന്റെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് കരിമ്പാറയാണോ എന്ന് സങ്കടത്തോടെ പറയുന്ന ഉമ്മ, അതിന്റെ കാരണമാ ഞാൻ പറയുന്നത്, അതിന്റെ കാരണമാ ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് പടച്ചവനെ ഇന്ന് മുസ്ലിം സമുദായത്തെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തുന്നത് നമ്മുടെ സമുദായം തന്നെയാ. ഇന്ന് ഫർദയിട്ടുകൊണ്ട് ചാനലുകളിൽ കയറിയിരുന്നിട്ട് എന്തെല്ലാം വൃത്തികേടുകൾ വിളിച്ചു പറയുന്നവരുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാ ഫർദയിട്ട തലയിൽ തുണിയിട്ട പെണ്ണിന്റെ വീഡിയോ കാണാൻ എന്ത് രസമെന്നറിയോ? കളിയാക്കുന്നടോ, പ്രസംഗിക്കുന്ന ഉസ്താദന്മാരെ ട്രോളുന്നടോ. പരിഹാസവും ധിക്കാരവുമല്ലേ ചെറുപ്പക്കാരാ? അള്ളാന്റെ സ്വർഗത്തിനെ കളിയാക്കുന്നവരില്ലേ? നരകമില്ലെന്ന് പറയുന്നവർ
പറയുന്നവരില്ലേ, മരിച്ചാ സർവ്വതം തീർന്നെന്ന് പറയുന്ന യുവത്വമേ, എന്തുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ ആയി പോയതിന്റെ കാരണം എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ പരിഗണിക്കാതെ വന്നപ്പോ, ഖുർആനിനെ കളിയാക്കിയപ്പോ, ഖുർആനിനെ പരിഹസിച്ചപ്പോ, അല്ലാഹുവിന്റെ ഖുർആന് പിരിക്കാറുള്ളതാണെന്ന് പറഞ്ഞു പുച്ഛിച്ചപ്പോ അല്ലാഹു തരുന്ന ശിക്ഷയാ പറയുന്നത്. വൈന തദഊഹും മിനൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അവരുടെ ഹൃദയത്തിൽ ഹിദായത്തിന്റെ വെളിച്ചം കേറൂല, അവര് നന്നാകില്ല, അവര് നന്നാകില്ല. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാനിന്റെ വെളിച്ചം കേറൂല. വാപ്പാ നീ എത്ര ഉപദേശിച്ചാലും അവര് നന്നാകില്ല, എന്തെല്ലാം പറഞ്ഞു കൊടുത്താലും അവര് കേൾക്കില്ല. നീ എത്ര ഉപദേശിച്ചാലും നിന്റെ മക്കള് കേൾക്കാറില്ല. ഉസ്താദന്മാരല്ല, മാതാപിതാക്കളല്ല, ആര് ഉപദേശിച്ചാലും അവര് കേൾക്കില്ലടോ. കേൾക്കാത്തതിന്റെ കാരണം എന്താണ്? വൈദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു നിന്റെ പൊന്നുമോന്റെ ചെവി അടച്ചു വെച്ചിരിക്കുകയാ. അല്ലാഹു നിന്റെ മകളുടെ ചെവി അടച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെങ്ങനെ കേൾക്കുക? അവരുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ്. ഫലമ്മാ സാഹു അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അവർക്ക് മനുഷ്യത്വമുണ്ടാകില്ല. കാരണം അവരുടെ ഹൃദയം അല്ലാഹു സീലി വെച്ചിരിക്കുകയാണ്. ഹൃദയം സീലി വെച്ചു, ചെവി അടച്ചു വെച്ചു. പിന്നെ എങ്ങനാ നിന്റെ മക്കള് നന്നാകുന്നത്? എങ്ങനെയാണ് യുവതലമുറ നന്നാകുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിനെ കളിയാക്കുന്നവർക്ക് റബ്ബ് തരുന്ന ശിക്ഷയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നന്നാകാൻ പറ്റുന്നില്ലേ? ഖുർആൻ കേട്ടിട്ട് നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്നില്ലേ? ഭയക്കണം സഹോദരാ, പേടിക്കണം ബാപ്പമാര്, ഉമ്മമാരെ. അല്ലാഹു എഴുതി തള്ളിയാ പിന്നെ നിന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ഖുർആനിലേക്ക് മടങ്ങിക്കോ. അള്ളാന്റെ ഖുർആനിനെ സ്നേഹിക്ക്, അതിനെ ആദരിക്ക്, അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്ക്. ഒന്നുകൂടി അല്ലാതെ തൊടാൻ പാടില്ല. ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ ഖുർആനിലൂടെ അല്ലാഹു പറയുന്ന കാര്യങ്ങൾ പാരായണം ചെയ്താ മാത്രം പോരാ. ആ പറയുന്നത് എന്താണെന്ന് ചിന്തിക്ക്, അത് പറയുന്നത് എന്താണെന്ന് ചിന്തിക്ക്. നിസാരമാക്കല്ലേ. ഖുർആൻ സാധാരണ ആളല്ല, ഖുർആൻ സാധാരണ ആളല്ല. നിനക്ക് സ്വർഗം വാങ്ങിത്തരാ. സ്വർഗത്തിന് പവറുണ്ടെന്ന്, ഖുർആനിന് പവറുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖുർആനിന് നിനക്ക് സ്വർഗം വാങ്ങിത്തരാ. ശഫാഅത്ത് ചെയ്യാൻ അർഹതയുണ്ട്. ഖുർആനിന് സ്വർഗം വാങ്ങിത്തരാൻ അധികാരമുണ്ട്. നരകം വാങ്ങിക്കൊടുക്കാനും അധികാരമുണ്ട്. അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങ്, ഖുർആൻ പഠിക്ക്, ഖുർആനുമായി ബന്ധപ്പെട്, ഖുർആൻ അനുസരിച്ച് ജീവിക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച രണ്ട് മക്കള് ഇന്ന് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ഹാഫിദീങ്ങളായല്ലോ. അവര് സാധാരണ ആൾക്കാരല്ല, അവര് സാധാരണ ആൾക്കാരല്ല. പടച്ചവനെ, ഇത്രയും ഉസ്താദന്മാര് ഇവിടെ നിന്ന് സനദ് വാങ്ങിയല്ലോ. എന്നാ രണ്ടുപേരെയാണ് ഹാഫിദ് എന്ന് വിളിച്ചത്, രണ്ട് മക്കളെയാണ് ഹാഫിദ് എന്ന് വിളിച്ചത്. ഹാഫിദിന്റെ മഹത്വം എന്തെന്നറിയുമോ? ഹാഫിദിന്റെ സ്ഥാനം
എന്തെന്നറിയുമോ? മക്കളെ പഠിപ്പിക്കാൻ വിടാ മനസ്സില്ലാത്ത മാതാപിതാക്കള്. അള്ളാഹു ഇത്രയും വലിയ ഒരു സൗകര്യം തന്നില്ലേ? നിങ്ങളുടെ നാട്ടിൽ തന്നെ മനോഹരമായ രീതിയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന നല്ല ഒരു സ്ഥാപനമുണ്ടായിട്ട് നിങ്ങൾ എത്ര പേരാ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത്? ഈ ഇരിക്കുന്നവരോട്, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഈ നാട്ടുകാരെത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഈ നാട്ടുകാരെത്ര ഉണ്ടാവും ഉസ്താദ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ നാട്ടിൽ ഇത്രയും നല്ല ഒരു സ്ഥാപനം ഉണ്ടായിട്ട് 10 കൊല്ലമായിട്ട് ഈ സ്ഥാപനം നിൽക്കുന്നു. എൻ്റെ മനസ്സ് പറയുന്നു ഒറ്റ ഒരെണ്ണം പോലും ഈ നാട്ടിൽ നിന്നുണ്ടാകില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഉണ്ടോ ഉസ്താദ്? ആരെങ്കിലും ഉണ്ടോ? ഇതാ അറിയില്ലടോ നമുക്കതിൻ്റെ വില. 2 മക്കൾ ഹാഫിളീങ്ങളായി, 2 കുട്ടികൾ ഹാഫിളീങ്ങളായി. നമ്മൾ സാധാരണ മക്കൾ എന്ത് വിളിക്കും? എടാ എന്ന് വിളിക്കും. സാധാരണ കുട്ടികളെ എടാ എന്ന് വിളിക്കും. സത്യം പറഞ്ഞാൽ ഖുർആൻ പഠിച്ചവരെ എടാ എന്ന് പോലും വിളിക്കാൻ പാടില്ല എന്ന മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആൻ പഠിച്ചവരെ എന്ത് വിളിക്കരുത്? ഖുർആൻ പഠിച്ചവൻ എന്ത് വിളിക്കരുത്? എടാന്ന് വിളിക്കരുത്. ഈ ഹാഫിളായ 2 മക്കളെ തൊടണമെങ്കിൽ ഒളു കൊടുക്കണം. പിന്നല്ലേ ബാക്കി. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ എത്ര നീ ഇരിക്കണം മക്കളെ, ഞാൻ നിങ്ങളെ കൊച്ചാക്കിയതെന്നല്ലട്ടാ. ഇവരതിനേക്കാളും ഹാഫിള ആയുള്ളെങ്കിൽ ഇവരാ ഖുർആനിന്റെ അർത്ഥം പഠിച്ചവരാ. അള്ളാഹു മക്കൾക്ക് സ്ഥാനം നൽകുമാറാകട്ടെ. പക്ഷെ ആലിമാകാൻ പറ്റും, ഹാഫിളാകാൻ എല്ലാവർക്കും പറ്റൂല. ആലിമാകാൻ എല്ലാവർക്കും പറ്റും, ഹാഫിളാകാൻ എല്ലാവർക്കും പറ്റൂല. ആരാ ഹാഫിൾ എന്ന് പറഞ്ഞാൽ അതാ നബിതങ്ങളെ ഹാഫിള. ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ. നബിതങ്ങളുടെ പേര് പറയുമ്പോൾ അൽ ഹാഫിൾ എന്ന് പറയേണ്ടവൻ. നബിതങ്ങൾ ഹാഫിളായിരുന്നു. ഹാഫിളാണെന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞതല്ല. ജിബ്രീൽ അലൈഹിസ്സലാം റമളാൻ മാസത്തിൽ വന്നിട്ട് ദൗറ ചെയ്യുമായിരുന്നു നബിതങ്ങളെ. നബിതങ്ങളെ ദൗറ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രം പഠിക്കുന്ന നബിതങ്ങളെ ഹാഫിളാടോ. ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിന്റെ ജനാസ ഖബറടക്കുമ്പോൾ ആദ്യം ഖബറടക്കാൻ പറഞ്ഞത് ഹാഫിളീങ്ങളെയാ. അതാണ് ഖുർആൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യൻ, അള്ളാഹു അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ ചെയ്യാറില്ല. ഉള്ളത് ഞാൻ പറയാമല്ലോ. രാഷ്ട്രീയക്കാരനാണെങ്കിലും പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്ത വലിയൊരു ഭാഗ്യം, നല്ലൊരു മനസ്സുണ്ടായിടോ. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ കിടക്കുന്നത് ഈ പള്ളി, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, അതുപോലെ തന്നെ കുടുംബത്തിൽ എന്നോട് പറഞ്ഞു ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ഉസ്താദ് അവറുകൾ പറഞ്ഞു, മരിക്കുമ്പോൾ ഇതൊക്കെയാടോ ജീവിതത്തിൽ. ജീവിതത്തിൽ മരിച്ചു പോകുമ്പോൾ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ആ മനുഷ്യന് കബറി കിടന്ന് ആസ്വദിക്കാൻ അൽഹംദുലില്ലാ ഒരു സ്ഥാപനം, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന ഒരുപാട് മക്കൾ, ഇതൊക്കെ ഈ ജീവിതത്തിൽ ഉണ്ടാകൂ. എന്തേ നിങ്ങളതിന് തയ്യാറാകാത്തത്? ആ മനുഷ്യൻ ഇത്രയും നല്ല ഒരു ആഗ്രഹത്തോടെ വെക്കുമ്പോൾ എന്തേ വാപ്പ നിന്റെ മക്കളെ ഹാഫിളാക്കാൻ, നിന്റെ മക്കളെ ആലിമാക്കാൻ? എന്തേ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലെ മക്കൾ ഹാഫിളീങ്ങളും ആലിമീങ്ങളായി പോകുമ്പോൾ നിങ്ങൾക്ക് എന്തേ ആ മനസ്സില്ലാതെ പോയത്? അത് എത്രത്തോളം വലിയ മഹത്വമുള്ള കാര്യമാണ്. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കി തരുമാറാകട്ടെ. വലിയ പ്രതിഫലമാ സഹോദര. ഈ കുട്ടികളുടെ മഹത്വം എന്താ? ഈ കുട്ടികളുടെ മഹത്വം എന്ന് പറഞ്ഞാൽ ഇവരാരെങ്കിലും ഇവിടുത്തെ ഖബർസാനിലേക്ക് ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി. ഈ മക്കള് ഇവിടുത്തെ ഖബർസാനിലേക്ക് ചുമ്മാതെ ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി. ഖബറാളികളുടെ ശിക്ഷ അള്ളാഹു നിർത്തിവെക്കും. ഈ മക്കൾ ഇറങ്ങിപ്പോയതിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഖബറാളികളുടെ ശിക്ഷ നിർത്തിവെക്കും. അതാ പ്രതിഫലം. നമ്മൾ ഇറങ്ങിപ്പോയാലോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതാ. ഈ മക്കളുടെ ദുആ, അവരുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. ഈ ഹാഫിളീങ്ങളായ മക്കളെ ഖബർസാനിൽ കൊണ്ട് ഖബറടക്കി 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ഖബർ മാന്തി നോക്ക്, അവന്മാരുടെ ശരീരത്ത് ധരിപ്പിച്ചിരുന്ന കഫൻ തുണി പോലും നശിക്കില്ലടോ. അതാ ഹാഫിള്. മണ്ണ് തിന്നൂല. ഹാഫിളിൻ്റെ ശരീരം മണ്ണ് തിന്നൂല. അത്രയ്ക്കും മഹത്തമാ സഹോദര. അതുകൊണ്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, നമ്മുടെ മക്കളെ ദീനീ ബോധമുള്ളവരാക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് അള്ളാഹു 3 മക്കളെ തന്നു. സിനാനും നഈമും നുഅ്മാനും 3 പേരെയും ഹാഫിളാക്കണമെന്ന എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം, ഞാനൊരിക്കൽ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയി. ഞാൻ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ വാതിലിൽ പള്ളിയുടെ ഗേറ്റിൻ്റെ ഭാഗത്തൊരു സഹോദരി നിൽക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദെ, എൻ്റെ മകൻ സിയാറത്തിന് പോയതാ, ബസ് വരാൻ സമയമായി, അവന് കോളേജിൽ പോകണം, ഒന്ന് പറഞ്ഞു വിടാൻ പറഞ്ഞു. ഞാൻ ഖബർസാനിലൂടെ നടന്നു നോക്കി, ആരെയും കാണാനില്ല. കാരണം പള്ളിക്കാടാണല്ലോ. ഇവൻ ചെറിയ കുട്ടിയായത് കാരണം കാണാൻ കഴിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നിട്ട് ആ സഹോദരിയോട് പറഞ്ഞു, ആരെയും കണ്ടില്ല.
സ്വർഗം വാങ്ങിക്കൊടുക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകൂ, ജീവിതത്തിൽ അതൊക്കെ കാണൂ. അല്ലാതെ നമ്മൾ ചിന്തിക്കടോ ഉമ്മാനെ മക്കളാ ഇന്ന് തല്ലിക്കൊള്ളുന്നേ, ഉമ്മയെ മക്കൾ നിങ്ങൾ ആർക്കാ ഈ കൂട്ടി വെക്കുന്നേ? ആര് പൈസ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, പൈസ കൂട്ടി വെക്കുന്നു, നീ തിന്നാൻ നിനക്കില്ല, ധരിക്കാനില്ല. ഇവിടെ നീ ആർക്കും കൊടുക്കാതെ ഇങ്ങനെ പൂഴ്ത്തി വെച്ചിരിക്കുന്നത് ആർക്കാ? മക്കൾക്ക്. ഉമ്മ ഇപ്പോഴേ സ്വർണത്തിന് വില കൂടിയത് കാരണം മക്കളെ കെട്ടിക്കാൻ സ്വന്തം പോലും ധരിക്കാതെ ലോക്കറി കൊണ്ട് വെച്ചിരിക്കാം ഉമ്മമാര് സ്വർണം. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ വാപ്പ, നീ ഇന്ന് രാത്രി മരിച്ചുപോയാ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും നിന്റെ മോൻ അറിയത്തില്ല. നീ ചിന്തിച്ചേ, നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോ അവൻ നാട്ടുകാരെ നോക്കി നിൽക്കും, ആരെങ്കിലും ഉണ്ടോ എൻ്റെ വാപ്പാനെ കുളിപ്പിക്കാൻ? നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും നിന്റെ മകൻ അറിയില്ല. ഉമ്മമാര് ചിന്തിക്കണം, നിന്റെ ജനാസ കുളിപ്പിക്കാൻ പോലും നിന്റെ മകൾക്കറിയില്ല. അവൾക്ക് വേണ്ടിയാ നീ കൂട്ടി വെച്ചിരിക്കുന്നത്. മരിച്ചുപോയ വാപ്പയുടെ കടം പോലും വീട്ടാത്ത മക്കളുടെ കാലമാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴാ ഈ ഖുർആൻ പഠിക്കുന്ന മക്കളെ സ്നേഹിക്കുമ്പോൾ ഈ ഇരിക്കണ ഉസ്താദന്മാര് മുഴുവനും എപ്പോഴും ഞങ്ങൾ ദുആ ചെയ്യും, അല്ലാഹുവേ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഹിഫ്ദ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം തന്ന ഒരു വീടുണ്ട്. ഈ പ്രാവശ്യം ഞാൻ ഉംറയ്ക്ക് പോയപ്പോൾ അവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഉമ്മ എല്ലാവരോടും പറയുന്നു, എനിക്ക് 3 മക്കളല്ല 4 മക്കളാവുള്ളത്. അവരിങ്ങനെ പറഞ്ഞു, എനിക്ക് 2 പെണ്ണും 1 ആണുമാണ് അവർക്കുള്ളത്. ആ ഉമ്മ പറയുന്നു, എനിക്ക് 4 മക്കളുണ്ട്. അപ്പൊ ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു, നിങ്ങൾക്ക് 4 മക്കളോ? എടാ സിറാജൻ, നീ എൻ്റെ മോനല്ലേടാ. എൻ്റെ പ്രിയപ്പെട്ടവര്, സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയടോ. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. ഈ ഇരിക്കുന്ന ഓരോ ഉസ്താദന്മാരും, ഈ പഠിച്ച മുത്തഅല്ലിമീങ്ങൾ, ഇവർ മരിക്കുന്ന കാലം വരെ ദുആ ചെയ്യും, അള്ളാഹുവെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഞങ്ങളെ സഹായിച്ചവർ, നീ അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. നിന്റെ വീടറിയില്ല, നിന്റെ പേരറിയില്ല, നീ കൊടുത്തത് ആ മക്കൾക്കറിയില്ല, എന്നാലും മരിക്കുന്ന കാലം വരെ ഈ മക്കൾ ദുആ ചെയ്യും. അതാണോ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഒരു കുടുംബത്തിൽ ഒരാളെയെങ്കിലും ഹാഫിളാക്കടോ. നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഈ നാട്ടുകാർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താ? അൽഹംദുലില്ലാ, ജനാസ പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോൾ ഒരു ഹാഫിളില്ലേ വാപ്പ നിസ്കരിക്കാൻ? ഒരു ഹാഫിളില്ലേ? ഓന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ടല്ലോ. എത്ര വലിയ ഭാഗ്യവാ. ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടമോ പ്രയാസമോ ഓടി വന്നാൽ, എന്തെങ്കിലും ഒരു വേദന വരുമ്പോ ഓടി വന്നിട്ട് അൽഹംദുലില്ലാ ഉസ്താദെ മുത്തഅല്ലിമീങ്ങളെ വിളിച്ചിരുത്തിയിട്ടൊന്ന് ദുആ ചെയ്യണേ എന്ന് പറയിപ്പിക്കാൻ ഈ നാടിന്റെ വെളിച്ചമായൊരു സ്ഥാപനമില്ലേ? അള്ളാഹു ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അഡ്മിഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ മക്കളിൽ ഒരാളെ ഉസ്താദാക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഹാഫിളാക്കടോ. നിന്റെ മകനോട് പറയണം, എടാ നിന്റെ ആയുസിൽ ഒരു 3 വർഷം എനിക്ക് താടാ മോനെ. എടാ നിന്റെ ഉമ്മയാടാ ചോദിക്കുന്നേ, നിന്റെ ജീവിതത്തിൽ നിന്റെ ആയുസിൽ ഒരു 3 കൊല്ലം എനിക്കതാ, നീ ഒന്ന് ഖുർആൻ പഠിക്കും മോനെ. ഒരു 3 കൊല്ലം മതിയല്ല ഒരാൾക്ക് ഹാഫിളാകാൻ. മോനൊന്ന് ഖുർആൻ പഠിക്ക്. അത് കഴിഞ്ഞ് നീ ഡോക്ടറോ എഞ്ചിനീയറോ പഴയതുപോലൊന്നും അല്ലടോ. പഴയ പോലെ ഇന്ന് ഉസ്താദന്മാർക്കൊക്കെ നല്ല വിദ്യാഭ്യാസമുണ്ട്. അൽഹംദുലില്ലാ, ഇന്ന് ഭൗതികവും ആത്മീയവുമായ, ഇന്ന് ഇംഗ്ലീഷൊക്കെ പറയുന്ന നല്ല രീതിയിൽ കുട്ടികളൊക്കെ ഉസ്താദന്മാർ ഇംഗ്ലീഷ് പറയുന്നേക്കും. ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഒരു കുട്ടി ആരോ ഇംഗ്ലീഷ് പറയണ കേട്ട്, എന്നാ മനോഹരമായ രീതിയിൽ. ഏതെല്ലാം ഭാഷകൾ, അറബിയും ഉറുദുവും ഇംഗ്ലീഷും ഒക്കെ മനോഹരമായ രീതിയിൽ ഈ മക്കൾ പറയുന്നില്ലേ? ഡോക്ടർമാരില്ലേ, എഞ്ചിനീയർമാരില്ലേ? എത്ര മനോഹരമായ രീതിയിൽ അൽഹംദുലില്ലാ ഇന്ന് ഉസ്താദന്മാർ. അതുകൊണ്ട് ഭൗതികവും ആത്മീയവും രണ്ടും ഇന്ന് സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങളുടെ മക്കളെ സുരക്ഷിതമായി അൽഹംദുലില്ലാ ഈ ഉസ്താദന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ, റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അങ്ങനാക്കണം മക്കളെ. അല്ലാതെ റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന ദുനിയാവ് മാത്രമാക്കരുത്. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം 11 മണിയായി. ഞാൻ നിർത്തുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, ഞാൻ ഒരാളോടും പറഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് സദക്ക പറയാൻ ആരെയും ഞാൻ നിർത്തിവെച്ചിട്ടില്ല. അൽഹംദുലില്ലാ, ബഹുമാന്യനായ ഉസ്താദ് പറഞ്ഞു, വല്ലാതെ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ടോ. 38 ലക്ഷം രൂപ ഒരു കൊല്ലം വേണം. ഒരു കൊല്ലം 38 ലക്ഷം രൂപ വേണം. ഉസ്താദ് പറയുന്നു, ഒരു ഗ്ലാസ് വെള്ളം പോലും
ഈ മക്കൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന പൈസയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും ഞങ്ങളാരും ആ പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കാറില്ല. കാരണം അമാനത്ത് എന്ന് പറഞ്ഞ അത്ര സൂക്ഷ്മതയാ. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അത്രയും ആത്മാർത്ഥമായിട്ട് അൽഹംദുലില്ലാഹ് ഇവിടെ ആദരിച്ച ഉസ്താദിനെന്താ, ഉസ്താദ് ശമ്പളവും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കണ ആളോ ആലോചിക്കേ. അതാടോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അള്ളാഹു തന്ന ജീവിതം നല്ലതിന് വേണ്ടി മാറ്റി. ഉസ്താദ് വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടാ. ഇൻഷാ അല്ലാഹ് വേണ്ടാന്നല്ലത്. അദ്ദേഹത്തിന് അരി കടയിൽ പോയിട്ട് ഫാത്തിഹ ഓതിയ അരി കിട്ടത്തില്ലല്ലോ. മന്നും സെൽവ ഇറക്കി കൊടുത്ത പോലെ അല്ല ഇറക്കിയൊന്നും കൊടുക്കൂലല്ലോ. അപ്പം അൽഹംദുലില്ലാഹ് ഉസ്താദ് അങ്ങനെ ഒരു മനസ്സ് കാണിച്ചു. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഇത്രത്തോളം ആത്മാർത്ഥമായി അൽഹംദുലില്ലാഹ് അവർ ഈ മക്കളെ പഠിപ്പിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പക്ഷെ ഇത് മുന്നോട്ട് പോകണം. ഇപ്പം അൽഹംദുലില്ലാഹ് അധികാരമുള്ളത് കൊണ്ട് ഇങ്ങനെ തട്ടിയും മുട്ടിയും പിന്നെ പല കാര്യങ്ങളും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ സഹായിച്ചു കൊണ്ടാണ് സ്ഥാപനം നടന്നു പോകുന്നത്. ഇതൊന്നും നിലനിൽക്കുന്ന കാര്യമല്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു വെക്കണം. എത്ര കാലമാണ് നമ്മളിങ്ങനെ പിരിവെടുത്ത് ജീവിക്കുക? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് അൽഹംദുലില്ലാഹ് ഒരു നല്ല ലക്ഷ്യം. അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിനൊരു വരുമാനം വേണം. അപ്പോഴാണ് അൽഹംദുലില്ലാഹ് കുറച്ച് സ്ഥലം വാങ്ങി അവിടെ ഒരു റൂം കിട്ടിയാൽ അൽഹംദുലില്ലാഹ് എന്തെങ്കിലും ഒരു വരുമാനമാകുമല്ലോ. മാസാമാസം എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ അൽഹംദുലില്ലാഹ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു കബൂലാകുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുന്നത് ഈ മക്കൾക്ക് വേണ്ടിയാ. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന, ആ ഖുർആനിൻ്റെ അർത്ഥം പഠിക്കുന്ന, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബുമായി സിനിമാ പാട്ടുകളും ഹൃദയത്തിൽ വെച്ചുകൊണ്ട് കളിക്കുന്ന മക്കളുടെ ഇടയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഈ മക്കൾ, ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന ഈ മക്കൾ, ആ മക്കൾക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോടൊരു സദഖ ചോദിക്കുകയാ. എഴുന്നേറ്റാരും ഓടരുത്. മനസ്സുണ്ടാകണം. നിർബന്ധിച്ചു വാങ്ങേണ്ട ഒന്നല്ല പിരിവ്. അത് മനസ്സല്ലയല്ലേ കൊടുക്കുന്നത്. ഹലാല് മതിയല്ലോ. ചിലപ്പോൾ കോടീശ്വരനായ ആളിവിടെ ഉണ്ടാകും, സ്വർണ്ണാഭരണം ഒരുപാടിട്ട പെണ്ണിവിടെ ഉണ്ടാകും. ഊരിക്കൊടുക്കാനുള്ള മനസ്സ് അള്ളാഹു കൊടുക്കില്ല. കാരണം അത് ഹറാമാ. അതിനകത്ത് ഹറാമായ സമ്പത്തുണ്ടാകാം. ഹലാലാണ് അള്ളാഹുവിന് വേണ്ടത്. അള്ളാഹു തയ്യിബ, അള്ളാഹു നല്ലതേ തിരഞ്ഞെടുക്കൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അൽഹംദുലില്ലാഹ് ഇന്നോ നാളെയോ കൊടുക്കണമെന്ന് പറയുന്നില്ല. സമാധാനത്തോടെ കൊടുത്താ മതി. അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിന്റെ ഒരു വരുമാന മാർഗമായി പടച്ചവനെ ഇവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോ അവരെ സഹായിക്കാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. ഇത് നാടിന്റെ വെളിച്ചമാണ്. ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ. നിങ്ങളോട് പറയാൻ ഒരുപാട് പ്രതിഫലമൊന്നുമില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു പ്രതിഫലം പറയാം. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു പ്രതിഫലം പറയാ. ഇന്നല്ലാഹ സറാ മിനൽ മുഅ്മിനീന അൻഫുസഹും ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ. അല്ലാഹു പറയുകയാ, സ്വർഗമാണ് പ്രതിഫലം, പകരം സ്വർഗമാണ് പ്രതിഫലം. അല്ലാഹു പറയുന്നു, നീ നിന്റെ സമ്പത്ത് എനിക്ക് നൽകിയാൽ നിനക്ക് സ്വർഗം തരാമെന്ന് അല്ലാഹു പറയുമ്പോ, പടച്ച റബ്ബിന്റെ ദീൻ പഠിപ്പിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി പടച്ച റബ്ബേ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന ഒരു സമയമുണ്ടല്ലോ. മലക്ക് അസ്റായീൽ ആകാശ ലോകത്ത് നിന്ന് 70 മുതൽ 70,000-ഓളം വരുന്ന ഒരു സംഘവുമായി അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു. കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിച്ചു. അവസാനം തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ പറയണമല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറയണ്ടേ വാപ്പാ, ചിരിക്കണ്ടേ ഉമ്മ,
തുണിയുടെ അടിയിൽ കിടന്ന് ചിരിക്കണോ? മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ നെറ്റിത്തടം വിയർക്കണ്ട്, മൂക്കിന്റെ ദ്വാരം വികസിക്കണ്ട്, മുഖത്തു പ്രകാശമുണ്ടാകണ്ട്, ചുണ്ടില് പുഞ്ചിരി ഉണ്ടാകണ്ട്, ശരീരത്തിന് മുഴുവനും സുഗന്ധമുണ്ടാകണ്ട്. ഒരു നല്ല മരണം വേണ്ടേ വാപ്പാ? ഉമ്മാ, നിന്റെ ഉമ്മ ചിരിച്ചത് കോമഡി കേട്ടിട്ടല്ല. പിന്നെ ചിരിക്കാനുള്ള കാരണം എന്തെന്നറിയുവോ? നിന്റെ മരിച്ചു കിടന്ന ഉമ്മാടെ മുഖത്തൊരു മഞ്ഞ നിറമായിരുന്നല്ലോ, ഒരു പ്രകാശമായിരുന്നല്ലോ. ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു പ്രകാശമാണ് ചിലര് മരിച്ചു കിടക്കുമ്പോ അവരുടെ മുഖത്തുണ്ടാകുന്നത്. ആ പ്രകാശം ഏതെന്നറിയുമോ? അതാ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ്. വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാ. കണ്ണിന്റെ മുമ്പിൽ സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാ. ആ സ്വർഗം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യമാ. അല്ലാഹുവേ, ആരെല്ലാം ഈ സ്ഥാപനത്തെ സഹായിക്കുന്നുണ്ടോ അവർക്ക് നല്ല മരണം കൊടുക്കണേ അല്ലാ. സഹോദരിമാരെ, സ്വർണമിടാത്ത ഒരാൾ പോലുമില്ലല്ലോ. ഏറ്റവും കൂടുതൽ വഴുത് കേൾക്കാൻ വന്നിരിക്കുന്നത് പെണ്ണുങ്ങളാണല്ലോ. ഉമ്മാ, 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച നിന്റെ പൊന്നാര മക്കള് നിനക്ക് പ്രയോജനം ചെയ്തില്ലെങ്കിലും ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളുണ്ടുമ്മാ, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. ആ മക്കൾക്ക് വേണ്ടിയാ ചോദിക്കുന്നത്. മനസ്സറിഞ്ഞുകൊണ്ട് ഊരിയെടുത്തോ. ഇന്ന് രാത്രി മരിച്ച മക്കൾക്കുള്ളതാ നിന്റെ കയ്യിലുള്ളത്. ഇന്ന് നീ ഊരിക്കൊടുത്താ അതാണ് നിനക്ക് നല്ല മരണം കിട്ടാൻ. അത് മതി ഉമ്മ, നിനക്ക് സ്വർഗം കിട്ടാൻ അത് മതി പെങ്ങള്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്ക്. അല്ലാഹുവേ, നീയാണ് മനസ്സ് കൊടുക്കുന്നത്, നീയാണ് പറയിപ്പിക്കുന്നത്, നീയാണ് തിരഞ്ഞെടുക്കുന്നത്. നാഥാ, ഇരിക്കുന്നവരിൽ സ്വർഗത്തിന്റെ അവകാശിയെ നീ തിരഞ്ഞെടുക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് പറയാൻ അതിൻ്റെ ആവശ്യം എനിക്കില്ല. അല്ലാഹുവാണ് മനസ്സ് കൊടുക്കുന്നത്. റബ്ബ് തന്നെ തീരുമാനിക്കട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.